നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകമാകുന്നു. ആദ്യം നമുക്ക് ശ്ലോകം പഠിക്കാം. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അവ്യക്തഃ അയം, അചിന്യഃ അയം, അവികാര്യഃ അയം ഉച്യതേ. തസ്മാത് ഏവം വിദിത്വാ ഏനം ന അനുശോചിതും അർഹസി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. അയം അവ്യക്തഃ അചിന്യഃ അവികാര്യഃ ഉച്യതേ ഏനം ഏവം വിദിത്വാ അനുശോചിതും ന അർഹസി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഇന്ദ്രിയ ഗോചരമല്ലാത്തതിനാൽ ആത്മാവ് അവ്യക്തനെന്നും മനസ്സിനും ബുദ്ധിക്കും വിഷയമല്ലാത്തതിനാൽ അചിന്യനെന്നും മാറ്റങ്ങൾക്ക് അധീനനല്ലാത്തതിനാൽ അവികാര്യനെന്നും പറയപ്പെടുന്നു. ഹേ അർജുന, ഇപ്രകാരം ആത്മാവിനെ അറിഞ്ഞിട്ട് നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.